ബിഗ് ബോസ് സീസൺ 7 അങ്ങനെ 9 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. 10ാമത്തെ ആഴ്ചയിലേക്ക് കിടക്കുകയാണ്. അവിടെ എല്ലാവരുടെയും ഗെയിമുകൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഫാമിലി വീക്ക് വന്നതോടുകൂടി എല്ലാം തകിടം മറിഞ്ഞ മട്ടാണ്. തകിടം മറിഞ്ഞെന്ന് പറഞ്ഞാൽ ചിലർക്ക് നല്ല ചേഞ്ചുണ്ട്, ചിലർക്ക് മോശം ചേഞ്ചുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ്, അനീഷ്, അക്ബർ, ആര്യൻ, ലക്ഷ്മി, അനുമോൾ എല്ലാവരുടെയും ഗെയിം ചേഞ്ചായി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ശരിക്കും ഫാമിലി വന്നത് അവർക്ക് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ എന്ന് ചോദിച്ചാൽ ചിലർക്ക് ഗുണമായി, ചിലർക്ക് ദോഷമായി എന്നൊക്കെ പറയേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ ഈ നല്ല രീതിയിൽ കളിച്ച് അവിടെ ഒരു നല്ല രീതിയിൽ പോകുന്ന കണ്ടസ്റ്റൻസിന് ഒരു കാര്യവും ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാവരുത്. എങ്കിൽ മാത്രമേ അവർക്ക് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇത് എന്തെങ്കിലുമൊക്കെ ഹിൻ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലർ ഓവർ കോൺഫിഡൻ്റ് ആവും, ചിലവർ ഓവർ ഷോ കാണിക്കാൻ തുടങ്ങും, ചിലർ പോയിക്കൊണ്ടിരുന്ന റൂട്ട് തന്നെ മാറ്റി പിടിച്ച് വേറൊരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതെ വരും. അങ്ങനെയൊന്നും അല്ല വേണ്ടത്. അവിടെ ചേഞ്ച് വരുത്തേണ്ട ചില കണ്ടസ്റ്റൻസ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ പെർഫോം ചെയ്യാമോ, അല്ലെങ്കിൽ അവർക്ക് കഴിവുണ്ടായിട്ടും അവരത് മനസ്സിലാക്കാൻ, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ബൂസ്റ്റൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ പെർഫോം ചെയ്യാം എന്നൊക്കെ പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു നല്ല രീതിയിൽ പോകുന്ന കണ്ടസ്റ്റൻസിന് അവരുടെ എതിരാളിയെക്കുറിച്ചുള്ള ഹിൻറ്റ് കൊടുത്ത്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഓവർ കോൺഫിഡൻറ്റും പിന്നെ മറ്റുള്ളവരോടുള്ള ഈഗോയും അങ്ങനെയൊന്നും ഉണ്ടാക്കി അവരുടെ ഗെയിം നശിപ്പിക്കരുത്. എനിക്കതാണ് ഈ ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോൾ തോന്നിയത്. കാരണം ഞാൻ ഉദാഹരണം, ഷാനവാസ് നല്ല രീതിയിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന കണ്ടസ്റ്റൻ്റാണ്. ഇപ്പോൾ ഷാനവാസിന് എന്ത് പറ്റി? എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് ഷാനവാസിന് പറ്റിയെന്ന് തോന്നുകയാണ്. ഷാനവാസിൻ്റെ ഓരോ ആക്ഷൻസും സംസാരങ്ങളും ഒക്കെ തോന്നുമ്പോൾ കാര്യം പുള്ളി കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്, പുള്ളി റിയാക്ട് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഒക്കെ ചിലതിൽ ന്യായമുണ്ട്, ചിലതിൽ ന്യായമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഷാനവാസിൻ്റെ ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി, മറ്റുള്ളവരോട് സംസാരിക്കുന്ന വാക്കുകൾ, ആക്ഷൻസ്, ഇപ്പോൾ ഈവൻ ലാലേട്ടൻ്റെ മുമ്പിൽ പോലും ഇരുന്നുകൊണ്ട് ഷാനവാസ് ആ രീതിയിലുള്ള ആക്ഷൻസൊക്കെ കാണിക്കുമ്പോൾ ശരിക്കും സ്വയം മറന്ന് ഷാനവാസിന് എന്താ പറ്റിയെന്ന് തോന്നും. കാരണം ഓവർ കോൺഫിഡൻസ് ആണോ അതോ എന്താണോ, എന്തിൻ്റെ ബേസിലാണ് ഷാനവാസിന് ചേഞ്ച് വന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ അനുമോൾ വീട്ടുകാർ വരുന്നതിന് മുമ്പ് തന്നെ അനുമോൾ ശരിക്കും ഇൻഡിവിജ്വലായിട്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ശൈത്യമായിട്ട് കൂട്ടുണ്ടായിരുന്ന അങ്ങനെയൊക്കെ ചില കൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഗെയിം ഇൻഡിവിജ്വലായിട്ട് കളിച്ചുകൊണ്ടിരുന്ന അനുമോൾ ഇപ്പോൾ കുറച്ചായിട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? എനിക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യം. ഇപ്പോഴും ഇഷ്ടത്തിന് കുറവൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, അനുമോളുടെ ഗെയിം എങ്ങനെയാണ് ഇപ്പോൾ ആദിലെന്ന് ആ ഒരു ഗാങ്ങിൽ ഒരു ഗ്രൂപ്പിലായി പോയ പോലെ. ഇപ്പോൾ എതിർപക്ഷം അല്ലെങ്കിൽ അനീഷിനെ പോലെയുള്ളവർ ഷാനവാസൊക്കെ ആരോപിക്കുന്നുണ്ട്. ഷാനവാസും ഗ്രൂപ്പാണ്, അത് പോട്ടെ. ആരോപിക്കുന്നുണ്ടെങ്കിൽ അതൊരു ആരോപണം മാത്രമാണോ? അതിലൊരു സത്യമില്ലേ? അവരൊരു ഗ്രൂപ്പ് ബേസിലല്ലേ ഓരോ നോമിനേഷൻസ്, ജയിൽ നോമിനേഷൻസ് ആവട്ടെ, ക്യാപ്റ്റൻസി നോമിനേഷൻ ആവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ അനുമോളുടെ ഗ്രാഫ് താഴേക്ക് പോകും. അനുമോൾ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്, നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം ലാലേട്ടൻ വന്ന് വീക്കെൻഡിൽ വഴക്ക് പറഞ്ഞ് തന്നെ അനുമോളുടെ എന്താ പറയുക കണ്ടന്റ് ഇല്ലാതായി. അത് വേറൊരു വശം. അതിൻ്റെ കൂടെ അനുമോൾ ഇങ്ങനെ ഗ്രൂപ്പിലും അങ്ങനെ അതിനും ലാലേട്ടൻ വഴക്ക് പറഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു അനുമോൾ ഒരു സേഫ് ആയിട്ടുള്ളൊരവസ്ഥയിലേക്ക് മാറി. അതിൻ്റെ കൂടെ വീട്ടിലിരുന്ന ഫാമിലി വന്നപ്പം ഇപ്പം കിച്ചണിൽ അനുമോൾ കയറണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അനുമോൾ കിച്ചണിലാണെങ്കിലും നല്ല രീതിയിൽ കുക്കൊക്കെ ചെയ്ത് നല്ല രീതിയിൽ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കുമ്പം അതൊരു നല്ല കണ്ടൻറ്റാണ്. പക്ഷേ അവിടെ ഉണ്ടാവുന്ന എല്ലാം ഭക്ഷണം വിളമ്പുമ്പോൾ എല്ലാം വഴക്കാവുകയാണ്. അതിപ്പോൾ അനുമോൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും അതാണ് സംഭവിച്ചു കൊണ്ടുപോകുന്നത്. ഇന്നലെ ഇപ്പോൾ ലാലേട്ടൻ്റെ മുമ്പിൽ നിന്നും സംഭവിച്ചത് അതാണ്. ലാലേട്ടന് വേറെ ഒന്നും ആരോടും ചോദിക്കേണ്ടി വന്നില്ല. കാരണം അവിടെ എവിഡൻ്റ് ആയിട്ട് സംഭവിച്ചത് എന്താണ്, സാധാരണ സംഭവിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി. അനുമോൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അങ്ങനെ ചെയ്തെന്നല്ല പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് പോകും. അങ്ങനെയല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ബോധയുടെ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എന്തിനാണ് ആവുന്നത്? നമ്മൾ നമ്മുടെ കാര്യം, അതല്ലേ ആ ഗെയിം.
കാരണം ഞാൻ തീരുമാനിക്കുന്ന പോലെ തന്നെ ഞാൻ തീരുമാനിക്കുന്ന രീതിയിൽ തന്നെ എല്ലാവരും ബിഹേവ് ചെയ്യണമെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അനുമോൾ ആദ്യം കളിച്ചുകൊണ്ടിരുന്ന നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ അത് ലാലേട്ടൻ്റെ വഴക്കും പിന്നെ വീട്ടുകാർ വന്നിട്ട് പുറമേ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ കൊടുത്ത ചില ഹിൻഡുകളൊക്കെ എനിക്ക് അനുമോൾക്ക് അത് ദോഷമായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുവാണ്. അനുമോളുടെ ഗെയിമും മാറി. അനുമോളുടെ ഗെയിം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്തൊരു ഗെയിമിലേക്ക് ഇപ്പം അധികം അങ്ങ് പോയിട്ടില്ല. ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അനീഷിൻ്റെ ഗെയിം പിന്നെ ഗ്രൂപ്പ് ഗെയിമില്ല. പിന്നെ അനീഷിൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയണ ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അനീഷ് ഫേക്കായിട്ട് ഷാനവാസിനോട് ഫ്രണ്ട്ഷിപ്പ് കാണിച്ചു എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ ആദ്യം തന്നെ അവർക്ക് ചെറിയൊരു ബോണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ലാലേട്ടനും ബിഗ് ബോസും നിർബന്ധിച്ച് അവരെ ഫ്രണ്ട്സ് ആക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് ശരിയല്ലായിരുന്നു, അല്ലെങ്കിൽ അത് ശരിയായ ഇതല്ല, അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പ് അത്രത്തോളം പ്യുവർ അല്ല, അങ്ങനെയൊക്കെയുള്ള തോന്നൽ അനീഷിനും ഉണ്ട്. അതിൻ്റെ ചേഞ്ച് അനീഷിലും കാണാനുണ്ട്. പക്ഷെ അനീഷിൻ്റെ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ മാറിയിരുന്നുള്ള ഗോസിപ്പുകൾ, ഒരാളുടെ കാര്യം അപ്പുറത്ത് പോയി പറയാം, മറ്റുള്ളവരെ അങ്ങോട്ട്, അങ്ങനെയുള്ള ഗോസിപ്പുകളില്ല. ഒരു ഗ്രൂപ്പിലും പുള്ളിയിൽ എല്ലാവരോടും സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിയല്ല, എന്ത് സംസാരമാണെങ്കിലും ഡയറക്റ്റുള്ള സംസാരമാണ്. അതൊരു നല്ല ക്വാളിറ്റിയാണ്. കാരണം BB പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റിയിൽ ഒന്നാണ് ഗോസിപ്പ് പറയുക എന്നുള്ളത്. ഇപ്പം എത്ര നല്ല കളിക്കാരനെ ഇപ്പം നമ്മളിപ്പം പറഞ്ഞില്ലേ നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല പ്രേക്ഷകർ ഏറ്റെടുത്തപ്പെട്ട കണ്ടസ്റ്റൻസിൻ്റെ ഉണ്ടാവുന്ന ഒരു ക്വാളിറ്റിയാണ് ഗോസിപ്പ് അധികം പറയാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരദൂഷണം, ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പൊന്നും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല. അതും മനസ്സിലാവാതെയാണോ ഈ പലരുടെ ഈ ഷാനവാസും അവരൊക്കെ ഇങ്ങനെ പോകുമ്പം അത് മനസ്സിലാവാതെയാണോ ഇവരൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഏറ്റവും പറയേണ്ടത് നല്ല ചേഞ്ച് വന്ന കുറച്ച് പേരുണ്ട്. അക്ബറിന് നല്ലൊരു ചേഞ്ചാണ് എന്തായിരിക്കും. ശരിക്കും അക്ബറിൻ്റെ ആദ്യത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ കുത്തിത്തിരിപ്പ്, ഇത് പല തരത്തിലുള്ള, പക്ഷേ അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും വൈഫൊക്കെ കൊടുത്ത ഹിൻഡുകൾ അക്ബർ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ്. പിന്നെ കൂടെയുള്ളവർ ഔട്ടായി പോയപ്പോൾ അക്ബറിന് തന്നെ ഒരു ബോധി, എൻ്റെ റൂട്ട് ശരിയല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലിയർ ആവാൻ അക്ബർ കുറച്ച് ബെറ്ററായി വരുന്നുണ്ട്. അക്ബറിനെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആര്യനും വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് വീട്ടുകാർ കൊടുത്ത ഡയറക്റ്റ് പറഞ്ഞതെന്നല്ല, വീട്ടുകാർ കൊടുത്ത ഹിൻഡും അതിൻ്റെ കാര്യവും മറ്റുള്ള വീട്ടുകളിൽ നിന്ന് കിട്ടിയ എല്ലാം മനസ്സിലാക്കി ആര്യനും ഗെയിം ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ആര്യൻ്റെയും ഗെയിം മാറ്റാൻ ആര്യനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കാലിബറുള്ള ഗെയിമേഴ്സാണ്. നന്നായിട്ട് കളിച്ച പ്രേക്ഷകർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആര്യനും നല്ല ചേഞ്ചാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരിക്കുന്നത്. അനീഷിന് വലിയ ചേഞ്ച് എന്ന് പറയാനില്ല, ഈ അവരുടെ ഫ്രണ്ട്ഷിപ്പിലുണ്ടായ ആ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അനീഷിന് ഒരു കൺസിസ്റ്റൻസി, എല്ലാവരേക്കാളും ഒരു കൺസിസ്റ്റൻസി കാത്തു സൂക്ഷിക്കാൻ അനീഷിന് തന്നെയാണ് കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ബാക്കി അക്ബർ ബെറ്റർ ചേഞ്ചാണ്, ആര്യൻ ബെറ്റർ ചേഞ്ചാണ്. അവർ രണ്ടുപേരും ടോപ്പ് 5 വരാനുള്ള എല്ലാ ലക്ഷണവും ഇപ്പോൾ കാണുന്നുണ്ട്. പിന്നെ ലക്ഷ്മി കുറച്ചൊരു ലാലേട്ടൻ എന്ന ഒന്നിൻ്റെയൊക്കെ വിഷയത്തിന് ശേഷം ഡൗൺ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഈ കുറച്ച് ദിവസമായിട്ട് വീണ്ടും കയറി വരുന്നുണ്ട്. അതൊരു നല്ല ചേഞ്ചായിട്ട് കാണുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് നടക്കുന്നത്. ഇനിയിപ്പം അടുത്ത ആഴ്ചകളിൽ നോക്കാം എല്ലാവരുടെയും ഈ കണ്ട ചേഞ്ച് എങ്ങനെയാണ് അവർക്കൊക്കെ ഓരോരുത്തർക്കും എങ്ങനെയാണ് ബാധിക്കുന്നത്, അവരുടെ ഗെയിം താഴോട്ട് പോകുമോ അതോ മുകളിലേക്കാണോ, അതൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.